വാരപ്പെട്ടിയിൽ കള്ളുഷാപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം പുകയുന്നു. ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിവിധ മത സാമൂഹിക നേതാക്കൾ പ്രതിഷേധ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പ്രതിഷേധ സമ്മേളനം എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ 7-ാം വാർഡിലെ മൈലൂർ തടത്ത് ജനവാസ മേഖലയ്ക്ക് നടുവിൽ പ്രവർത്തനം ആരംഭിച്ച കള്ളുഷാപ്പിനെതിരെ പ്രദേശവാസികളുടെ പ്രതിഷേധം ശക്തമാകുന്നു. ഷാപ്പ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിവിധ മത സാമൂഹിക നേതാക്കൾ പ്രതിഷേധ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പ്രതിഷേധ സമ്മേളനം എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പലപ്പോഴും ഇതൊക്കെ ഏറ്റവും റൂറൽ ഏരിയയാണ്. ഇവിടെയൊക്കെയുള്ള ആളുകളൊക്കെ ഏറ്റവും സമാധാനപ്രിയരും സാധാരണക്കാരായ ആളുകളാണ്. പൊതുസമൂഹത്തിൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. പണ്ടൊക്കെ ഇത്തരം സ്ഥാപനങ്ങളെ സ്വാഗതം ചെയ്യുന്ന സമീപനമാണ് പലപ്പോഴും ഉള്ളതെങ്കിൽ ഇന്ന് ഇത്തരത്തിൽ ജനങ്ങൾക്ക് പുതിയ തലമുറയ്ക്കൊക്കെ ദോഷമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് കൂടുതലും നമ്മുടെ ജനവിഭാഗം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു കള്ള് ഷാപ്പൊക്കെ വരുമ്പോൾ, ഇതുപോലെ ഒരു പ്രദേശത്ത് ആളുകളൊക്കെ വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുകയും ധൈര്യപൂർവ്വം രാത്രിയായാലും പകലായാലും ഒക്കെ നമ്മുടെ സഹോദരിമാരും അമ്മമാരും കുട്ടികളും ഒക്കെ നടന്നു പോവുകയൊക്കെ ചെയ്യുന്ന വഴിയാണ് ഇത്. പ്രത്യേകിച്ച് ബസ് സർവീസ് ഒന്നുള്ള വഴിയല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആളുകളൊക്കെ വൈകുന്നേരങ്ങളിൽ ജോലിയിടങ്ങളിൽ നിന്നും സ്കൂളുകളിൽ നിന്നുമൊക്കെ തനിയെയും അല്ലാതെയും ഒക്കെ നടന്നു വരുന്ന, എന്നാൽ നമ്മുടെ സ്വന്തം നാടായതുകൊണ്ട് ഒന്നിനെയും പേടിക്കാതെ കടന്നു പോയിക്കൊണ്ടിരുന്നൊരു ഇടമാണ്. അവിടെ ഇത്തരത്തിൽ ആളുകൾ വരികയും അവിടെ ഈ ഇത്തരത്തിലുള്ള സ്ഥാപനത്തിൽ വന്ന് മദ്യപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ സ്ഥിരബുദ്ധി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. നമ്മൾ പറയാതെ എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ളവരുടെ ബിഹേവിയർ എങ്ങനെയായിരിക്കും ഇതേ പൊതുസമൂഹത്തോടും ഇതിൽ നടന്നു പോകുന്ന അമ്മമാരോടും സഹോദരിമാരോടൊക്കെ ഉണ്ടാവുക എന്നതും നമുക്കൊക്കെ പലപ്പോഴും അറിയാവുന്നതാണ്. മാത്രമല്ല, ജനങ്ങൾക്ക് ഒരു പരിഷ്കൃതമായ സംസ്കാരമുള്ള ഒരു സമൂഹത്തിന് കേൾക്കാൻ കൊള്ളാത്ത പല കാര്യങ്ങളും കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും കാണേണ്ടി വരുമെന്നത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരവും വേദന ഉണ്ടാക്കുന്നത് തന്നെയാണ്. പറമ്പഞ്ചേരി പള്ളി വികാരി ഫാദർ തോമസ് കീന്തനാനിക്കൽ, സിസ്റ്റർ ജോഷീന SVM, മിൽമ മുൻ ചെയർമാൻ ജോൺ തെരുവത്ത്, പോത്താനിക്കാട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജി ജോൺ, SNDP ശാഖ പ്രസിഡന്റ് ബിജു മാധവൻ, ആയവന വ്യാപാരി വ്യവസായി പ്രസിഡന്റ് കുട്ടപ്പൻ പിള്ള, ആയവന ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഉനൈസ്, സുനിത പോത്താനിക്കാട്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രദീപ് KC, മേഴ്സി ബിജു, പോത്താനിക്കാട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് NM ജോസഫ്, സരുൺ PS, ജോൺസൺ എന്നിവരും സ്ഥലം സന്ദർശിച്ച് പ്രതിഷേധക്കാർക്ക് പിന്തുണ അറിയിച്ചു. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഈ പ്രസ്ഥാനം ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ വലിയ സമരസന്നാഹങ്ങൾ ഇവിടെ നടക്കും. വലിയ സമരങ്ങൾ ഈ ഷാപ്പിനെതിരെ ഉണ്ടായിരിക്കും. ജനങ്ങൾ ഇവിടെ അനുദിനം തടിച്ചുകൂടുന്ന സാഹചര്യം ഉണ്ടാകും. ഒരുപക്ഷെ നിയന്ത്രണം വിട്ടാൽ ഇത് പൊളിച്ചു കളയേണ്ട സാഹചര്യം വരെ ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഞാനും ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നാട്ടിലുള്ള നാട്ടുകാരായ നിങ്ങളുടെ മനം ഇടിയാതെ ഈ സ്ഥാപനത്തിന് എതിരെ പ്രവർത്തിക്കുകയും ഇത് ഇവിടുന്ന് നീങ്ങുന്നതുവരെ, ഇവിടുന്ന് മാറ്റിക്കൊണ്ടു പോകുന്നതുവരെ സമരത്തിൽ ആയിരിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ഓരോരുത്തരെയോടും അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ സമാധാനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ നാട്ടിലുള്ള എല്ലാവരും ഒത്തൊരുമയോടെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. നമ്മുടെ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കുമെല്ലാം നമ്മുടെ ഈ നാട്ടിലൂടെ ആരുടെയും ശല്യമില്ലാതെ കടന്നു പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകണം. അതിന് ശക്തമായ ഒരു എതിരാണ്, അല്ലെങ്കിൽ അതിനെ നമ്മുടെ ആ ലക്ഷ്യത്തെ ദൂരീകരിക്കുന്ന, അല്ലെങ്കിൽ അതിന് തുരങ്കം വയ്ക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത് എന്നതിനാൽ ഇതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി എത്രയും പെട്ടെന്ന് ഇത് ഈ നാട്ടിൽ നിന്നും നീക്കുവാന് നമ്മുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജനവാസ കേന്ദ്രത്തിൽ കള്ളുഷാപ്പ് പ്രവർത്തിക്കുന്നത് പ്രദേശത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുമെന്നും സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷാ ഭീഷണി ഉയർത്തുമെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. നമ്മുടെ മൈലൂത്തടം ജനകീയ കൂട്ടായ്മയുടെ ആദ്യത്തിൽ നടത്തുന്ന ഈ കള്ളുഷാപ്പിനെതിരെയുള്ള പ്രതിഷേധ സമരം ഇന്ന് 28-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മംഗലത്തെ വീട്ടിൽ അയ്യപ്പൻ ചേട്ടനെ
കബളിപ്പിച്ച് വെള്ളപ്പേപ്പറിൽ ഒപ്പിടി വെച്ചുണ്ടാക്കിയ ലൈസൻസുമായി തുടങ്ങിയ ഈ കള്ള് ഷാപ്പ് ഉടനടി നിർത്തലാക്കുവാനാണ് നമ്മൾ ഈ സമരം ഇവിടെ നടത്തുന്നത്. നാട്ടുകാരുടെ സ്വൈര്യ ജീവിതം തകരാറിലാക്കുന്ന ഈ കള്ള് ഷാപ്പിൻ്റെ പ്രവർത്തനം നിർത്തലാക്കുവാൻ വേണ്ടി പഞ്ചായത്ത് മുതൽ വകുപ്പ് മന്ത്രി വരെയുള്ള അധികാരികളെ നമ്മൾ ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെ അതിനൊരു തീരുമാനം നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും ഞങ്ങൾ നാട്ടുകാരുടെ ആവശ്യം ഈ ഷാപ്പ് റദ്ദാക്കുക എന്നതും അയ്യപ്പൻചേട്ടന് നീതി ലഭിക്കുക എന്നുള്ളതുമാണ്. പ്രദേശത്ത് നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിനാൽ ആയിരക്കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികൾ ദിവസേന എത്തുന്ന സാഹചര്യത്തിൽ ഷാപ്പിന്റെ പ്രവർത്തനം സാമൂഹിക പ്രശ്നങ്ങൾക്കും അക്രമ സംഭവങ്ങൾക്കും വഴിവെക്കുമെന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട്. ഈ കള്ള് ഷാപ്പ് ഇവിടെ വന്നിട്ട് ഇന്ന് 27 ദിവസം കഴിഞ്ഞു. നമുക്കറിയാം, ഈ പ്രദേശത്ത് സാധാരണ ജനങ്ങൾ യാതൊരു പ്രകോപനവും കൂടാതെ ശാന്തതയും സമാധാനത്തോടും കൂടി ജീവിക്കുന്ന ഈ പ്രദേശത്ത് നമുക്കറിയാം, കുറേ കാലങ്ങളായി ഈ പ്രദേശത്ത് പൊന്നുംവരയ്ക്ക് തന്നെ സ്ഥലം വാങ്ങി കുറേ ഫ്ലൈവുഡ് കമ്പനികൾ ഇവിടെ പ്രവർത്തിക്കുന്നു. അതെല്ലാം വ്യവസായ പാർക്കാണ്. പഞ്ചായത്തിന് അല്ലെങ്കിൽ മറ്റുള്ള മേഖലകൾക്കൊന്നും ലൈസൻസിനോ മറ്റു കാര്യങ്ങൾക്കൊന്നും ബന്ധമില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഈ പറയുന്ന പ്ലൈവുഡ് കമ്പനിയിലെല്ലാം ഏതാണ്ട് 2000-ഓളം അന്യ സംസ്ഥാന തൊഴിലാളികൾ, ആൺവർഗത്തിൽപ്പെട്ട തൊഴിലാളികൾ അവിടെ ജോലി ചെയ്യും. അപ്പോൾ അവരെയെല്ലാം പ്രതീക്ഷിച്ച് ഇവിടെ ഷാപ്പ് കോൺട്രാക്ടർ അദ്ദേഹത്തിന് ലൈസൻസുള്ള വാരപ്പെട്ടി ഷാപ്പിന്റെ ഒരു ഉപഷാപ്പായി ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ എൻ്റെ സുഹൃത്തോട് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ വസ്തു ഉടമയെ കബളിപ്പിച്ച് അദ്ദേഹത്തിനെ ഒരു വെള്ള പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങി അത് എഗ്രിമെന്റായി തീർക്കുകയും ആ വീട്ടിൽ കള്ള് ഷാപ്പ് ഒരു ദിവസം പ്രവർത്തിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് സൽജുവും അതുപോലെ ജോൺസൺ ചേട്ടനെല്ലാം ഈ സമരസമിതിയുടെ ആൾക്കാരെല്ലാം നിരന്തരം ഞങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ ഓരോ ദിവസവും ഓരോ രീതിക്ക് കള്ളക്കേസ് ഉണ്ടാക്കി ഇവിടെയുള്ള സമരസമിതി ആളുകളെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള, പേടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഓരോ ദിവസവും ഈ സമരം മുമ്പോട്ട് പോകുമ്പോൾ ജനപിന്തുണ കൂടുന്നു എന്നുള്ളതാണ് ഇന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പഞ്ചായത്തിന്റെ ആവശ്യമായ അനുമതികളോ രേഖകളോ ഇല്ലാതെയാണ് കെട്ടിടം ഉപയോഗിക്കുന്നതെന്നും കൊമേഴ്സ്യൽ ആവശ്യത്തിനുള്ള അനുമതി ഇല്ലാത്തതും താമസയോഗ്യമല്ലാത്തതുമായ കെട്ടിടം ഷാപ്പായി പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. ഷാപ്പ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ഉടമയായ 89-കാരനായ വാരപ്പെട്ടി മംഗലത്ത് അയ്യപ്പനും സംഭവത്തിൽ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. താമസ ആവശ്യത്തിനായി മാത്രമാണ് കെട്ടിടം വാടകയ്ക്ക് നൽകിയതെന്നും കള്ളു ഷാപ്പ് ആരംഭിക്കാനാണെന്ന് അറിയിച്ചിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതീവ ജീർണാവസ്ഥയിലുള്ള കെട്ടിടമാണ് ഷാപ്പായി ഉപയോഗിക്കുന്നത്. ഏത് നിമിഷവും തകർന്നു വീഴാൻ സാധ്യതയുമുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന സംശയവും പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നു. ഒരു നാടിൻ്റെ സ്വൈര്യ ജീവിതം തകർത്തുകൊണ്ട് കഴിഞ്ഞ 27 ദിവസമായി ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു കള്ള് ഷാപ്പ്. ഇപ്പോൾ ഇവിടെ മുൻപ് പ്രസംഗിച്ചവർ സൂചിപ്പിച്ചതുപോലെ 83-85 വയസ്സായ ഒരു വയോധികനെ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു വെള്ള പേപ്പറിൽ ഒപ്പിട്ടാണ് ഇതിൻ്റെ അനുമതി നേടിയത് എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾ ഈ കാലഘട്ടത്തിലും ഇതുപോലുള്ള ശ്രമം ചെയ്ത് ആളുകളെ വഞ്ചിച്ച് അത് തന്നെ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു വ്യവസായ സ്ഥാപനമോ അല്ലെങ്കിൽ 10 പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു സ്ഥാപനമൊന്നുമല്ല. നമ്മുടെ ഈ യുവ തലമുറയെ നശിപ്പിക്കുന്ന പുതിയ ഗവൺമെൻറ് മദ്യത്തിനും മയക്കുമതിനും എതിരെ ഓപ്പറേഷൻ തൂഫാൻ ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോഴാണ് ഇതുപോലെ ഒരു ഷാപ്പ് നമ്മുടെ നാട്ടിൽ, നമ്മളെ ഏറ്റവും സമാധാനപരമായി ജീവിക്കുന്ന നമ്മുടെ ഈ നാട്ടിൽ തുടങ്ങിയത് എന്നുള്ള കാര്യം ആലോചിക്കണം. അപ്പോൾ ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളും വ്യവസായ സൗഹൃദമാണ് ആണ് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മുടെ ഈ മരുത്തളം പറമ്പേരി നിവാസികൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് പ്ലൈവുഡ് ഫാക്ടറികൾ. കൂണുപോലെ മുളയ്ക്കുന്ന പ്ലൈവുഡ് ഫാക്ടറികളും അവിടെ എത്തുന്ന അന്യസംസ്ഥാന തൊഴിലാളികളും. അപ്പോൾ ഇതിലൊന്നും പഞ്ചായത്തിന് ഒരു റോളുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതെല്ലാം കേന്ദ്രീകൃതമായിട്ട് അനുമതികൾ ലഭിക്കുന്ന പദ്ധതികളാണ്. ഇവിടെ നമ്മുടെ നാട്ടുകാർക്ക് ആർക്കെങ്കിലും പണി കിട്ടുന്നുണ്ടോ? നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഈ പ്ലൈവുഡ് ഫാക്ടറി കൊണ്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥാപനങ്ങൾ ആരംഭിച്ചതുകൊണ്ടോ നമുക്ക് ലഭിക്കുന്നുണ്ടോ? കുറച്ച് ആളുകൾക്ക് അവരുടെ സ്ഥലം വിറ്റ് കുറച്ച് പൈസ കിട്ടി എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് നമ്മുടെ ഈ നാട്ടിനോ നാട്ടുകാർക്കോ യാതൊരു പ്രയോജനവും ഇല്ലാത്ത പദ്ധതികളാണ് ഇവിടെ വരുന്നത്. നമ്മുടെ ഒരു ജനവാസ മേഖലയിൽ കഴിഞ്ഞ 27 ദിവസങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കള്ള് ഷാപ്പ്
ഇത് എൻ്റെ തൊട്ടടുത്ത പഞ്ചായത്തിലാണ്. ഞാൻ ഇതിനെ പ്രതിനിധാനം ചെയ്യുന്ന ആയവന ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ ഉൾപ്പെട്ട ഒരു 5 കമ്പനീനെ പ്രതീക്ഷിച്ചിട്ടാണ് ഇവർക്ക് ഇവിടെ വന്നതെന്നുള്ളത് നമുക്ക് നല്ല ധാരണയുണ്ട്. ഒരു കമ്പനി വരുന്നതിന് ഈ ഷാപ്പ് വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഈ കമ്പനിയിൽ സ്റ്റാഫുകൾ ഈ ആളുകളെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. ഇവർക്ക് നിലവിൽ പഞ്ചായത്തിൻ്റെ ഒരു അനുമതിയും വേണ്ട എന്നുള്ള രാഷ്ട്രീയം അവർക്കുണ്ട്. അപ്പോൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഒരു 7 മാസത്തിനിടയിൽ ഒരു 4-5 തവണ ഞങ്ങളുടെ പല വകുപ്പുകളുമായിട്ട് ഇവിടെ വന്ന് കമ്പനിയിൽ സന്ദർശിക്കുകയും വളരെയധികം ഈ മാലിന്യ ജലം ഒടുക്കൽ മുതലുള്ള പ്രശ്നങ്ങൾ ഇപ്പം ഞാൻ ഈ സാഹചര്യം ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റോട് ഇരിക്കുന്നതുകൊണ്ട് സൂചിപ്പിച്ചെന്നുള്ളൂ. നമ്മളെ അവർക്ക് വേണ്ട എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ട്. 4 കമ്പനികളെ റൺ ചെയ്യുന്നുണ്ട്, 1 റൺ ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. ബാക്കിലൊരു 5 ഏക്കർ സ്ഥലം അവർ നികത്തിയിട്ടുണ്ട്. ഈ നികത്താനുള്ള യാതൊരുവിധ അനുമതിയൊന്നും അവർക്കുണ്ടായിട്ടില്ല. ഇപ്പം നമ്മൾ ഇതിനകത്ത് അടുത്ത ദിവസം നമ്മളവിടെ കയറാനുണ്ടായ സാഹചര്യം, അവിടെ ഒരു കമ്പനിയിൽ എത്ര സ്റ്റാഫ് ഉണ്ടെന്നുള്ളത് വിവരം ഒരു സ്ഥലത്ത് ഇവർ കൊടുത്തിട്ടില്ല. അപ്പം നമ്മൾ ഈ വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് 75 കുട്ടികൾ നമ്മുടെ ബൂത്തിൽ വന്ന് വാക്സിനേഷൻ ചെയ്തു. ഇവരുടെ കൂടുതൽ കുട്ടികളുണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ ഇവരോട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാരും വരാറില്ല. ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ട് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കമ്പനിയിൽ തന്നെ 5 വയസ്സിൽ താഴെയുള്ള 6 കുട്ടികൾ വെച്ചുണ്ട്. യാതൊരുവിധ സേഫ്റ്റി പ്രിക്കോഷനും ഇല്ലാതെ ഓപ്പൺ കൺവെയറിൻ്റെയും ബെൽറ്റിൻ്റെ അടുത്തോടെ ചെറിയ കുട്ടികൾ ഓടി നടന്ന് കളിക്കുകയാണ്. അപ്പോൾ കമ്പനിയുടെ ഉടമസ്ഥർക്ക് ഇതിനകത്ത് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നാണ് പറയുന്നത്. മൈലൂർ മാത്യു ജോസഫിന്റെ പേരിലാണ് ഷാപ്പിന്റെ ലൈസൻസ് ഉള്ളതെന്നാണ് ലഭ്യമായ വിവരം. കള്ള് ഷാപ്പ് അടച്ചുപൂട്ടുന്നത് വരെ ശക്തമായ പ്രതിഷേധം തുടരാനാണ് ജനകീയ കൂട്ടായ്മയുടെ തീരുമാനം. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ആരോടും ഉള്ള ഒരു ശത്രുതയ്ക്കോ ഒരു വിദ്വേഷത്തിനോ വേണ്ടിയല്ല. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. കാരണം നാളെ നമ്മുടെ കുട്ടികൾ നാളെയുടെ വാഗ്ദാനങ്ങളായ നമ്മുടെ മക്കൾ ഇതിലെ വളർന്ന് ഈ വഴിയിലൂടെ നടക്കാനും ഫ്രീ ആയിട്ടൊക്കെ ഒന്ന് ഓടി നടക്കാനും ഒക്കെയുള്ള അമ്മമാരുമൊക്കെ ഒരു സന്ധിക്കാനും ഒന്ന് നടക്കാനായിട്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വന്നാലും നമ്മൾ പേടിക്കണം. അപ്പം നമുക്ക് സുരക്ഷിതമായിട്ട് നമ്മുടെ ഭാവിയെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെയുള്ള ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കഴിഞ്ഞ 27 ദിവസമായിട്ട് ഇവിടെ പകലൊക്കെ അമ്മമാർ കൂടുതലും ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം കഴിഞ്ഞ ഞായറാഴ്ച ഒരു ദിവസം എനിക്കും ഇവിടെ വന്ന് അവരോടൊപ്പം പങ്കുകൊള്ളാൻ സാധിച്ചു. അപ്പം ഇവിടെയുള്ള അമ്മമാർക്ക് വീട്ടിൽ ഒത്തിരി പണികളുണ്ട്. അതൊക്കെ കൂടാതെ അവർ ഇവിടെ വന്ന് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഇവിടെ ഇരിക്കുകയാണ്. ആണുങ്ങൾക്കൊക്കെ പലതരത്തിൽ പല മേഖലകളിൽ ജോലിക്ക് പോകുന്നവരുണ്ട്. അപ്പം ഈ ഒരു കള്ള് ഷാപ്പ് ഇവിടെ വന്നതോടുകൂടി സമൂഹത്തിന് ഒത്തിരി ബുദ്ധിമുട്ടുകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മുടെ പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകും. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.